ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റവും അതിൻ്റെ പ്രഭാവങ്ങളെ പറ്റിയാണ്. അതായത് 2026 ജൂൺ 2 സർവേശ്വരകാരകനായിട്ടുള്ള വേഴഗ്രഹം കർക്കിടക രാശിയിലേക്ക്, അതായത് വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം ഉച്ചരാശിയിൽ ഉണ്ടാകും. അപ്പം വേഴഗ്രഹം കർക്കിടക രാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്കും മകരലഗ്നക്കാർക്കും ഈ വേഴഗ്രഹത്തിൻ്റെ രാശിമാറ്റം എന്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, കർക്കിടക രാശിയിലേക്കാണ് വേഴഗ്രഹം രാശി മാറുന്നത്. അതായത് കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയാണ് കർക്കിടക രാശി. ഇപ്പം നവഗ്രഹങ്ങളിൽ ഏറ്റവും ശുഭത്വമുള്ള ഗ്രഹമാണ് വേഴഗ്രഹം. ജ്ഞാനകാരകനാണ്, സർവേശ്വരകാരകനാണ്. അത്തരത്തിലുള്ള വേഴഗ്രഹം കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈശ്വരൻ കുടുംബത്തിൽ പ്രവേശിക്കുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭാഗ്യാനുഭവങ്ങളുടെ സമയം, ഈശ്വര കടാക്ഷത്തിൻ്റെ സമയം, സദ്പ്രവർത്തനങ്ങളുടെ സമയം, സദ്ബുദ്ധി, സാത്വിക ചിന്ത, പഠന മികവ്, ഇവയുടെയൊക്കെ സമയം എന്ന് പറയാം. അതുപോലെ കർമ്മനേട്ടങ്ങളുടെ സമയം, അതുപോലെ കുടുംബസുഖത്തിൻ്റെയും കുടുംബ സംരക്ഷണത്തിൻ്റെയും സാമ്പത്തിക അഭിവൃദ്ധിയുടെയും സമയമായിട്ട് പൊതുവെ പറയാം. അപ്പോൾ കാലപുരുഷൻ്റെ 4ാം ഭാവരാശിയിലേക്ക് വേഴഗ്രഹം ഉച്ചസ്ഥിതിയിലാകുന്നത് മകരക്കൂറുകാർക്ക് എന്തായിരിക്കും പ്രത്യേക ഇമ്പാക്റ്റ് എന്നുള്ളതാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3ഉം 12ഉം ഭാവാധിപനാണ് വേഴഗ്രഹം. ആ വേഴഗ്രഹം ജൂൺ 2 അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് ഇപ്പോൾ രാശി മാറുന്നത്. 7ാം ഭാവരാശി ആ വേഴഗ്രഹത്തിൻ്റെ ഉച്ചരാശിയാണ്. ഒക്ടോബർ 31 വരെ ആ വേഴഗ്രഹം 7 ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. ഇപ്പം വേഴഗ്രഹം 6 നിൽക്കുകയാണ്. അതത്ര ഗുണമല്ല. അപ്പോൾ 7 വേഴഗ്രഹം രാശി മാറുമ്പോൾ, പ്രത്യേകിച്ച് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ, ലൈഫ് പാർട്ട്ണർഷിപ്പിൽ, പബ്ലിക് റിലേഷനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറും. വിവാഹ ആലോചനകൾക്ക് അനുകൂല സമയമാണ്. മാരിറ്റൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യുന്ന സമയമാണ്. ജീവിത പങ്കാളിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടുന്നതിനും അനുകൂല സമയമാണ്. അതുവഴിയൊക്കെ നമുക്ക് റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയം എന്ന് പറയാം. ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ് കാര്യക്ഷമമാകും. ജീവിത പങ്കാളി വഴിയോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് വഴിയോ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ കോൺട്രാക്ച്വൽ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ പൊതുവെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സ്മൂത്ത് ആകുന്ന സമയം എന്ന് പറയാം. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകും. പൊതുജനപ്രീതി കൂടുന്ന സമയമാണ്. പൊതുവെ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന സമയമായിരിക്കും വേഴഗ്രഹം 7 ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ബിസിനസ് റിലേറ്റഡായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യവഹാരങ്ങളുണ്ടെങ്കിൽ ആ വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് നേട്ടങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ പൊതുവെ നമുക്ക് പ്രൊഫഷണൽ തലത്തിലും ഉയർച്ച പ്രതീക്ഷിക്കാം. ഉയർന്ന ഉത്തരവാദിത്തം, അധികാരം ഇവയൊക്കെ ലഭിക്കുന്നതിന് അനുകൂല സമയമാണ്. കാരണം ഗുരു കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്താണ് ഉച്ചനാകുന്നത് എന്നുള്ളതാണ്. അപ്പം ഭാവത്തിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് 10ാം ഭാവത്തിൽ കർമ്മഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്ത് ഉച്ചനാകുക എന്ന് പറയുമ്പോൾ കർമ്മ നേട്ടങ്ങൾക്ക് അത് വഴിയൊരുക്കും. പ്രത്യേകിച്ച് ഗുരു 12ാം ഭാവാധിപനും കൂടിയാണ്. ഈ 12ാം ഭാവാധിപൻ 7 വരിക എന്ന് പറയുമ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിത പങ്കാളിക്ക് വേണ്ടി ധനച്ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ഗുരു 3ാം ഭാവാധിപനും കൂടിയാണ്. ആ 3ാം ഭാവാധിപൻ 7 ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. അവർക്ക് ഇപ്പോൾ വിദേശത്തൊക്കെ
ഇപ്പോൾ സഹോദരനൊക്കെ വിദേശത്തൊക്കെ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അനുകൂല സമയമാണ്. അതുവഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. പൊതുവെ 7ലെ സ്ഥിതി വേഴത്തിൻ്റെ ഉച്ചസ്ഥിതി ഗുണമാണ്. പക്ഷേ ആ 7 നിൽക്കുന്ന വേഴഗ്രഹം അവരുടെ 3 രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. സ്ഥിതിയെപ്പോലെ തന്നെ ദൃഷ്ടിക്കും വളരെ പ്രാധാന്യമുണ്ട്. ഗുരുവിൻ്റെ ദൃഷ്ടിക്ക് ഗുരു 11ലാണ് ദൃഷ്ടി ചെയ്യുന്നത്. ഇപ്പോൾ ഗുരു 11 ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ പൊതുവെ അത് ഈ 7ൻ്റെ 5 ഈ 11 എന്ന് പറയുന്നത്. അപ്പോൾ 7ൻ്റെ 5 11 ഗുരു ദൃഷ്ടി ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് സാമൂഹ്യ ബന്ധങ്ങൾ വഴി സൗഹൃദങ്ങൾ വഴിയൊക്കെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് ആ വേഴഗ്രഹത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ അഭീഷ്ട കാര്യങ്ങൾ അത് സാധ്യമാകുന്ന സമയം എന്ന് പറയാം. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനാഗമനം കൂടാൻ സാധ്യതയുണ്ട്. സമ്പത്ത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ആശയങ്ങൾക്ക് ഒരു സ്വീകാര്യത കൂടുന്ന സമയമാണ്. പൊതുജനപ്രീതി നേടുന്നതിന് അതിനൊക്കെ അത് അനുകൂലമായിട്ട് വരും. പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും. അവരുടെ ലക്ഷ്യങ്ങൾ അവർക്ക് കൈവരിക്കും. പൊതുവെ സ്വാധീന ശക്തിയൊക്കെ കൂടാവുന്ന സമയമാണ് ഈ വേഴത്തിൻ്റെ 11 ദൃഷ്ടി കൊണ്ട് മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. അതുപോലെ ഈ വേഴഗ്രഹം ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7ാം ഭാവത്തിൽ നിൽക്കുന്ന വേഴഗ്രഹത്തിൻ്റെ 7ാം ഭാവമാണ് ജന്മരാശി എന്ന് പറയുന്നത്. അപ്പോൾ ആ ജന്മരാശിയിലേക്ക് വേഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ നമ്മുടെ വ്യക്തി പ്രഭാവത്തിന് തിളക്കം കൂടും. അതായത് ഒരു ആകർഷകമായ വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം. പൊതുവെ നമുക്ക് ശുഭാപ്തി വിശ്വാസമൊക്കെ കൂടും. നമ്മൾ ഒരു റിജുവനേഷൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മളെ എല്ലാ ആലസ്യത്തിൽ നിന്നൊക്കെ വിട്ടുണരുന്ന ഒരു സമയം എന്ന് പറയാം. എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ ഫോക്കസ് ഉണ്ടാകും. ആത്മജ്ഞാനമൊക്കെ ആർജിക്കും. കൂടുതൽ ഡിപ്ലോമാറ്റിക്കായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ നമുക്ക് ആ വേഴത്തിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും. മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടാകാവുന്ന സമയമാണ്. നല്ല ചിന്തകൾ, നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയവും ആയിരിക്കും. ഗുരു 3 ദൃഷ്ടി ചെയ്യുന്നു. 3ാം ഭാവാധിപനാണ് ഗുരു. 3ാം ഭാവാധിപൻ 7ൽ നിന്ന് അതിൻ്റെ ഭാഗ്യസ്ഥാനമാണ് 3 എന്ന് പറയുന്നത്. ആ 3ലേക്ക് 3ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുകയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ ശക്തമാകുന്ന സമയമാണ്. നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. അത് വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന സമയമാണ്. പൊതുവേ നമുക്ക് നമ്മൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും കോൺസെൻട്രേഷൻ കൂടുന്ന സമയമാണ്. അതുവഴി നേട്ടങ്ങളുണ്ടാകും. സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാകും. വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, റിലേറ്റീവ്സ്, നൈബേഴ്സ് ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടും. പൊതുവെ എല്ലാ കാര്യത്തിലും ധൈര്യം, അതുപോലെ മുന്നിട്ടിറങ്ങാനുള്ളൊരു കഴിവ്, അതുപോലെ നമ്മുടെ പ്രഭാഷണത്തിലൊക്കെ ഒരു വശ്യത, ഒരു ഡിവൈൻ ടച്ചൊക്കെ നമുക്കുണ്ടാകും. പൊതുവേ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ സമയത്ത് നടത്തും. അതൊക്കെ പൊതുവെ ഗുണാനുഭവം അവർക്ക് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ വ്യക്തിത്വത്തിന് തിളക്കം ഉണ്ടാകുന്ന സമയമായിരിക്കും വേഴഗ്രഹം 7ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതിയിൽ വരിക വഴി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.